പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദപര മാതാവേ, ഈ സന്ധ്യയുടെ യാമത്തിൽ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു. നാളിതുവരെയും അമ്മയുടെ മാധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് ഈശോയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. അമ്മേ മാതാവേ, ദിനം തോറും കൃപാസനത്തിലേക്ക് അമ്മയെ തേടിയെത്തുന്ന എല്ലാ മക്കളെയും അമ്മ ചേർത്തണയ്ക്കണമേ. അവരുടെ ഭാരങ്ങളും ഹൃദയം നുറുങ്ങുന്ന വേദനകളും അമ്മ കാണണമേ. അവരുടെ ആവശ്യത്തിൻ്റെ മേൽ അമ്മ അലിവായിരിക്കണമേ. അവർ ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റണമേ. അമ്മേ മാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തണമേ. വിശുദ്ധിയോടുകൂടി ഉടമ്പടിയിൽ ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, രോഗാവസ്ഥയിൽ കഴിയുന്ന മക്കളിലേക്ക് അമ്മ ഇറങ്ങിച്ചെല്ലണമേ. അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. ആ മക്കൾക്ക് വിടുതലും സൗഖ്യവും നൽകി അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ക്യാൻസർ രോഗികളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരനുഭവിക്കുന്ന എല്ലാ ശാരീരിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഈ നിമിഷം അമ്മ എടുത്തു മാറ്റണമേ. ഒരു അത്ഭുതം അവരുടെ ജീവിതത്തിൽ അമ്മ പ്രവർത്തിക്കണമേ. അമ്മേ മാതാവേ, രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികം പോലും ഇല്ലാതെ ഭാരപ്പെടുന്ന നിരവധിയായ മക്കൾ ഇന്ന് ഈ ഭൂമിയിലുണ്ടമ്മേ. തക്ക സമയത്ത് അമ്മ ഇടപെടണമേ. ആ മക്കൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം അവരുടെ കൈകളിൽ എത്തിക്കണമേ. കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അമ്മേ മാതാവേ, രോഗാവസ്ഥയിൽ കഴിയുന്ന എല്ലാ മക്കളിലേക്കും ഇറങ്ങിച്ചെല്ലണമേ. ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ തൊട്ട് സൗഖ്യം നൽകണമേ. ഉദരസംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ തൊട്ട് സൗഖ്യം നൽകണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എല്ലാ മക്കളെയും തല മുതൽ ഉള്ളം കാല് വരെയും ഈശോ കാൽവരിയിൽ ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ തിരുരക്തത്താൽ കഴുകി ഞങ്ങളെ വിശുദ്ധീകരിച്ച് അമ്മയുടെ നീലമേലങ്കിയാൽ തുടച്ച് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മയിൽ ആശ്രയിച്ചിട്ടുള്ള ഒരാൾ പോലും ഇന്ന് വരെ നിരാശപ്പെട്ടു പോയിട്ടില്ലല്ലോ. അമ്മേ മാതാവേ, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് പഠിക്കാനുള്ള ബുദ്ധിയും ശക്തിയും അറിവും ജ്ഞാനവും കൊടുക്കണമേ. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ സാമ്പത്തികം പോലും ഇല്ലാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ആ കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്ന വിദ്യ കൊടുക്കുവാൻ തക്കവിധമുള്ള ആവശ്യമായ സാമ്പത്തിക സഹായം അവരുടെ കൈകളിൽ എത്തിക്കണമേ. അമ്മേ മാതാവേ, പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ പേപ്പറുകളൊക്കെ നോക്കുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ആ മക്കൾക്ക് നല്ല വിജയം കൊടുത്ത് അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് അവരെ വിളിക്കായി കാത്തിരിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരെ നിരാശപ്പെടുത്തരുതേ. അവരെ ആഗ്രഹിക്കുന്ന ജോലിയിൽ സ്വന്തമാകുവാൻ തക്കവിധം അവരെ ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കടബാധിതയാൽ കഷ്ടപ്പെടുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, കടങ്ങൾ തീർക്കുവാനുള്ള വഴിവാതിലുകൾ ആ മക്കൾക്ക് തുറന്നു കൊടുക്കണമേ. ജപ്തി നോട്ടീസ് കൈപ്പറ്റി ഭാരപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അത് അടച്ചു തീർക്കുവാനുള്ള വഴിവാതിലുകൾ തുറന്നു കൊടുക്കണമേ. ബിസിനസ്സുകൾ തകർന്ന് നഷ്ടത്തിൽ ജീവിക്കുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ആ മക്കളുടെ ജീവിതത്തെ ഏറ്റെടുക്കണമേ. എല്ലാവിധ കടക്കെണിയിൽ നിന്നും എല്ലാ മക്കളെയും വിടുവിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. അമ്മേ മാതാവേ, മാറി മാറി വരുന്ന കാലാവസ്ഥയിൽ ഒരു നല്ലൊരു ഭവനം പോലും ഇല്ലാതെ ചോർന്നൊലിക്കുന്ന ഭവനത്തിൽ കഴിയുന്ന എത്രയോ മക്കളുണ്ടമ്മേ. പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിയുന്ന എത്രയോ മക്കളുണ്ടമ്മേ. ആ മക്കളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലണമേ. ആ മക്കളുടെ ദുഃഖങ്ങളെ ഒന്ന് കാണണമേ. അടച്ചുറപ്പുള്ളൊരു ഭവനം എല്ലാ മക്കൾക്കും കൊടുത്ത് അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, പലവിധ കേസുകളിൽ അകപ്പെട്ട് ദുഃഖത്തിൽ ജീവിക്കുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, എല്ലാവിധ ദുഃഖത്തിൽ നിന്നും എല്ലാ മക്കളെയും വിടുവിക്കണമേ. അമ്മേ മാതാവേ, വിവാഹ തടസ്സം നേരിടുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, തിരുക്കുടുംബത്തിന്റെ വിശുദ്ധി ഓരോ മക്കളുടെ ജീവിതത്തിലും കൊടുക്കണമേ. നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കവിധം ഓരോ മക്കളെയും ഇടയാക്കണമേ. അവർക്ക് അനുയോജ്യമായ തുണയെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, കണ്ണുനീരിലും ദുഃഖത്തിലും വേദനയിലും നെടുവീർപ്പിലും കഴിയുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദുഃഖങ്ങളൊന്ന് പങ്കുവെക്കുവാൻ പോലും ആരുമില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അവരിലേക്കെല്ലാം ഒന്ന് ഇറങ്ങിച്ചെല്ലണമേ. ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിക്കുന്നവരുടെ അരികിലേക്കൊന്ന് കടന്നു ചെല്ലണമേ. കുഞ്ഞുങ്ങളെ ഓർത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ പ്രാർത്ഥനയൊന്ന് കേൾക്കണമേ. അമ്മേ മാതാവേ, ഇന്ന് ഈ സമൂഹത്തിൽ അനേകം മക്കൾ കർത്താവേ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിക്കുകയാണമേ. തെറ്റിപ്പോയ മക്കളെ തിരികെ കൊണ്ടുവരണമേ. സ്വർഗം ലക്ഷ്യമാക്കി ജീവിപ്പാൻ അവരെ പഠിപ്പിക്കണമേ. ഈ ലോകമോക സുഖങ്ങളിൽ ഒരു കുഞ്ഞുങ്ങൾ പോലും അകപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ. സ്വർഗമാണ് നമ്മുടെ
ലക്ഷ്യമെന്ന് മനസ്സിലാക്കി ഓരോ നിമിഷവും നടപ്പാൻ ഓരോ മക്കളെയും അങ്ങ് ഒരുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾ അമ്മയുടെ മുമ്പിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ വിഷയത്തിലേക്കൊന്ന് ഇറങ്ങി വരണമേ. അമ്മേ മാതാവേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടുള്ള എല്ലാ മക്കളിലേക്കും ഒന്ന് ഇറങ്ങി വരണമേ. അമ്മേ മാതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ നീ ചൊരിയണമേ. അമ്മേ മാതാവേ, ഓരോ മക്കളുടെയും ജീവിത ഭാരങ്ങളെ ഏറ്റെടുത്ത് ഈശോയുടെ കുരിശിലെ വേദനയോട് ചേർത്ത് വെച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അമ്മേ മാതാവേ, ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ വിട്ടുപോയതുമായ എല്ലാ ആവശ്യങ്ങളും, എല്ലാ ഭാരങ്ങളും, എല്ലാ ദുഃഖങ്ങളും, എല്ലാ നെടുവീർപ്പുകളും അമ്മ മനസ്സിലാക്കി ഞങ്ങൾക്ക് വേണ്ടി ഈശോ തമ്പുരാനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങളെ കാത്തുകൊള്ളണമേ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.